നമുക്ക് കയറാനേ കഴിയില്ല. അടുക്കളയൊക്കെ കയറുമ്പോ തന്നെ മനസ്സിന് എന്തോ ഒരു കുടുസ് പ്രയാസം. പിശാചിന്റെ ഉപദ്രവങ്ങൾ നീങ്ങിപ്പോകണോ, വീട്ടിൽ സമാധാനം വേണോ, റഹ്മത്ത് വേണോ, ഖൈർ വേണോ, ഓദിക്കോ ധാരാളമായി പരിശുദ്ധമായ ഖുർആൻ. ഇന്ന ശൈത്താന യഫിറു മിനൽ ബൈത്തില്ലദീ തുഖറഉ സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ ഓതുന്ന വീട്ടില് അത് ശൈത്താന്റെ ശർറ് വരൂല. മക്കള് നന്നാകാൻ ഖുർആൻ ഓതിയാൽ മതി. നല്ലോണം ഖുർആൻ ഓതുന്ന വീട്ടിൽ ഒരിക്കലും മക്കള് വടക്കാകൂല, പിഴച്ചു പോകൂല. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. അതിന്റെ ആളുകൾ അല്ലാഹുവിന്റെ ഖുർആൻ നേർവഴിയിലാക്കുമെന്നാണ്. നല്ലോണം മക്കളെ പഠിപ്പിക്കണേ, തജ്വീദ് അനുസരിച്ച് ഖുർആൻ ഓതാൻ മക്കളെ പഠിപ്പിക്കണേ, ഖുർആന്റെ വാഹകരാക്കണേ. കഴിയുന്നവർ ബുദ്ധിയുള്ള മക്കളെ ഖുർആൻ പഠിപ്പിക്കണേ, ഹാഫിളീങ്ങളാക്കാം, ആലിമീങ്ങളാക്കാം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇങ്ങനെ മുത്തായ തങ്ങളെ സുന്നത്തുകൾ ഏതെല്ലാം നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയുമോ മാറ്റി നിർത്തല്ലേ, ഒഴിവാക്കല്ലേ. മഹാന്മാര് വലിയ വലിയ സ്ഥാനത്തെത്തിയത്, വലിയ ഔന്നിത്യത്തിലെത്തിയത് ഗൗസുൽ ആദം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ്. മഹാനവർകളെ ഓർക്കുന്ന സദസ്സാണല്ലോ, അവരെ പറയുന്ന മജ്ലിസാണല്ലോ, അവരെ മനാഖിബ് പറഞ്ഞതിന്റെ പൂർത്തീകരണത്തിന്റെ സദസ്സാണല്ലോ. അവരെങ്ങനെയാ മുഅ്മിനെ ഇത്ര വലിയ സ്ഥാനം എത്തിച്ചത്? ഖുത്ബുൽ ഖുതാബായത്, സുൽത്താനുൽ ഔലിയായത് ചില്ലറയായ പ്രവർത്തനമല്ല, വലിയ അധ്വാനത്തിന്റെ പിറകിലാണ് മഹാനായ ഗൗസുൽ ആദം സുൽത്താനുൽ ഔലിയായി മാറിയത്. അർശ് കണ്ടത്, ലൗഹ കണ്ടത് ചെറിയ പ്രവർത്തനങ്ങളെ കൊണ്ട് എത്തിയതല്ല. മുത്തുനബിന്റെ സുന്നത്ത് ജീവിതത്തിൽ കൊണ്ടുവന്നാൽ അവൻ എന്റെ മുഖറബാ, എന്നിലേക്ക് അടുത്തവനാ. സുൽത്താനുൽ ഔലിയ നേദാ അർശ് ലൗഹ കണ്ട ജവാദാ സുബ്ഹാൻ കനിഞ്ഞ ഫുആദാ അബ്ദുൽ ഖാദിർ ജീലിയൻ പാദാ. അസ്സലാത്തു അലൻ നബി ബഗ്ദാദിലെ അത്താണി ബഹജത്തിന്റെ മകാനി ബറില്ല ബഹ്റാണി ബഹുമാന്യർ കൈലാനി. അസ്സലാത്തു അലൻ നബി والحبيب العربي قدرة ديون تلي غوث العالم يا خلي قربود بلي منلي غوث دنترم اللي قلب كانم മുനീറേ കരകേറ്റിടണം വീറേ കൗലിൽ ശിഫതന്ന മുനീറേ കരകേറ്റിടണം വീറേ
الأبطاحي والحبيب العربي والحبيب العربي سلطان الأولياء قطب الأقطاب غوث العظم شيخ جيلاني ഇത്ര വലിയ സ്ഥാനത്തേക്ക് എത്തിയത് അള്ളാന്റെ ഹബീബിനെ കൊണ്ടാണ്. മുത്തുനബിന്റെ പേരക്കുട്ടിയാണ്. ഒന്നാമതും രണ്ടാമതും മൂന്നാമതും സയ്യിദല്ലേ. എങ്ങനെ പണിയെടുത്താലും നമുക്ക് നേടിയെടുക്കാൻ കഴിയാത്ത സ്ഥാനമല്ലേ. അല്ലാ പ്രിയപ്പെട്ടവരെ, ഔസുൽ ആദമിന്റെ ഏറ്റവും വലിയ പവർ തന്നെ അതാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ